നമസ്കാരം. കുറെ സമയം പാഴായി, വളരെ അധികം ചികഞ്ഞു നോക്കി. അടുത്ത 5 വർഷവും കാര്യമായ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് ബോധ്യമായി. ശൈലിംഗമിട്ടറി ആരംഭിക്കുന്നു. കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള സർക്കാരുകളുടെ പ്രകടന പത്രിക കുറെ സമയം മറിച്ചും തിരിച്ചും സൂം ചെയ്തും അല്ലാതെയും ഒക്കെ നോക്കി. ആദ്യം നമുക്ക് ഭരണത്തിൽ ഇരുന്നവർ എന്താണ് പറയുന്നത്, നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യം എന്തു പറയുന്നു. തിരുവനന്തപുരത്ത് ഔട്ടർ റിംഗ് റോഡ് ആരംഭിക്കും. അടിയറ സിദ്ധ 10 വർഷം ഇരുന്നിട്ട് ഒരൊറ്റ നടപടിയും സ്വീകരിക്കാത്ത സർക്കാർ പറയാണ് ഔട്ടർ റിംഗ് റോഡ് ആരംഭിക്കും. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, കാട്ടാക്കടയിൽ ലോജിസ്റ്റിക്സ് ഹബ്ബ്. എന്താണ് കഴിഞ്ഞ 10 വർഷം കയ്യിൽ അധികാരം കിട്ടി, വെള്ളിത്താലത്തിൽ ജനങ്ങൾ അധികാരം തന്നിട്ട് എന്താണ് ഈ പറയുന്ന വിഷയങ്ങളിൽ ചെയ്തത് എന്നുള്ളത് എങ്കിലും വോട്ടർമാർ തിരിച്ചറിയണം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ചവറ റെയർ എർത്ത് കോറിഡോർ 10 വർഷം വീണ്ടും പാഴായ വിഷയം തന്നെ. വീണ്ടും ഇതാണ് ഞാൻ തെരഞ്ഞു പിടിച്ചു നോക്കിയിട്ട് ആകെ വായിച്ചെടുക്കാൻ പറ്റിയ വിഷയം. നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട ഏക വിഷയം ഇത് മാത്രമാണ്. ഇതിൽ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തു എന്ന് പ്രേക്ഷകർക്ക് വളരെ നല്ലവണ്ണം അറിയാം. നാണമില്ലേ നിങ്ങൾക്ക്? അധികാരം കിട്ടിയിട്ട് അത് പാഴാക്കി കളഞ്ഞവർ വീണ്ടും ഔട്ടർ റിംഗ് റോഡ്, ഗ്രോത്ത് കോറിഡോർ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ജനങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇനി UDF വരാം. അവർക്ക് തലസ്ഥാനം തന്നെ എന്താണ് സമരം ചെയ്യാനും, ഞാൻ അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് ഇവർക്ക് തലസ്ഥാനം. ലൈറ്റ് മെട്രോ ഇപ്പോഴും ട്രിവാൻഡ്രം ഒരു ലൈറ്റ് മെട്രോ ആയിട്ട് കിടക്കുകയാണ്. അതിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർക്കില്ല. മിഷൻ സമുദ്ര, ഇതിനകത്തൊക്കെ എന്ത് ഊഹിച്ചെടുക്കണമെന്ന് എനിക്കറിയില്ല. മിഷൻ സമുദ്ര സമഗ്ര ഗതാഗത പദ്ധതി. ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം, എവിടെ എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. അല്ല, ചരക്ക് ഇവിടെ ഉണ്ടായിട്ടാണോ ഈ ചരക്ക് ഗതാഗതത്തെ കുറിച്ച് പറയുന്നതെന്നും അറിയില്ല. അവസാന ഘട്ടത്തിൽ ജലാശയങ്ങളുമായി ബന്ധിപ്പിച്ച് ഏകീകൃത നെറ്റ്വർക്ക് സ്ഥാപിക്കും. എന്തിനാണ് ഈ ഏകീകൃത നെറ്റ്വർക്ക്? എവിടെ നിന്ന് എങ്ങോട്ട് എന്ത് കൊണ്ടുപോകാനാണ്? ഒരു ഗ്രാഹ്യവുമില്ലാത്ത 2 വരിയാണ് UDFന്റേത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ജനങ്ങൾ തീരുമാനിക്കുക. ജനങ്ങൾക്ക് എന്നെക്കാൾ, ശൈലിംഗമിട്ടറിയേക്കാൾ ഇത്തരം വിഷയങ്ങളിൽ നല്ല ഗ്രാഹ്യമുണ്ട്. വോട്ട് ചോദിച്ചു വരുന്നവരുടെ ഏകദേശം സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ തന്നെ തീരുമാനിച്ചു ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ശൈലിംഗമിട്ടറിക്ക് പറയുവാനുള്ളൂ. നമ്മുടെ 2028 കഴിഞ്ഞാലുള്ള 10 കോടി സ്വപ്നം ശൈലിംഗമിട്ടറി അവതരിപ്പിച്ചിരുന്നല്ലോ. ഒരു ഫിഷിംഗ് ഹാർബറും നിലവിലുള്ള ബ്രേക്ക് വാട്ടറിന്റെ പടിഞ്ഞാറോട്ടുള്ള വികസനവും. അത് വളരെ വിശദമായി ന്യൂസ് ലെറ്റർ, മദർപോർട്ട് ന്യൂസിൽ വളരെ വിശദമായി ഇത് എഴുതി. സാധാരണഗതിയിൽ ഞാൻ ഇത്തരം ഇത് കീ പോസ്റ്റുകളിലിരിക്കുന്ന പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒരു ജാപ്പനീസ് നാഷണാലിറ്റി, ജപ്പാൻകാരനാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാതെ അത്തരം പേരുകളൊന്നും പറയാൻ പറ്റില്ല. വൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും അയക്കാറുണ്ട്, ഇടയ്ക്ക് അദ്ദേഹം കമന്റ് അയക്കാറുണ്ട്. ഇത് ഞാൻ പ്രത്യേകം ലീഡ് ആർട്ടിക്കിൾ ഒന്ന് വായിച്ച്, പ്രേക്ഷകർക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ന്യൂസ് ലെറ്ററിന്റെ കോപ്പി. ലീഡ് ആർട്ടിക്കിൾ ഒന്ന് പ്രത്യേകിച്ച് വായിച്ച് കമന്റ് ചെയ്യണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് മദർബോർഡ് ന്യൂസ് അയച്ചു കൊടുത്തു. ഒരു കാര്യം പ്രത്യേകം ഓർക്കട്ടെ, ചിലരുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ അവസാനിച്ചു, അവർ പുതുക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. കാരണം എന്താണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ വേണം, ഇല്ലാതെ ഇത് മുന്നോട്ട് പോകില്ല, ഇടയ്ക്ക് ഇടിച്ചു നിന്നു പോകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ, അത് അവസാനിച്ചവർ അത് വീണ്ടും പുതുക്കണം, പുതിയ ആളുകൾ വരിക്കാരാകണം. കാരണം എന്താണ്, ഈ കോസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്.
അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് ആദ്യത്തെ ലീഡ് ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എനിക്ക് മറുപടി കുറച്ച് കഴിഞ്ഞപ്പോൾ മറുപടി അയച്ചു. ഹലോ സർ, നോട്ട് ഷുവർ അബൌട്ട് ദി സോഴ്സ് ഓഫ് മദർപോർട്ട് ന്യൂസ്. ഇതിന്റെ ഈ ആർട്ടിക്കിൾ എഴുതാനുള്ള സോഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്തരം വിവരങ്ങൾ കിട്ടിയതെന്ന് അറിയില്ല. ബട്ട് ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് കൊറിയ. കൊറിയയുമായിട്ട് ഇതിനകത്ത് ഒരു വിഷയവുമില്ല എന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ കൊറിയ പറയാൻ കാരണം? വൺ എന്ന് പറയുന്ന കമ്പനി കൊറിയയിൽ പോയി പുതിയ ടെർമിനൽ തുടങ്ങുന്നു, ഡോങ്വോൺ എന്ന് പറയുന്ന പ്രൊജക്ട് തുടങ്ങുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഷിംഗ് കമ്പനി, ഫിഷറീസ് കമ്പനി ഡോങ്വോങ് എന്ന് പറയുന്ന കമ്പനി ഇവരുമായിട്ട് ചേർന്ന് ചെയ്യുന്നവരെ രണ്ടു കൂട്ടരെയും നമ്മുടെ TRVയിലോട്ട് ക്ഷണിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റോറി. അപ്പൊ അദ്ദേഹം പറയുന്നു, ബട്ട് ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് കൊറിയ. കൊറിയയുമായിട്ട് ഇക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോ ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് അവതരിപ്പിക്കാനുള്ള സോഴ്സ് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഇവിടുന്നാണ് എനിക്ക് ഈ വിവരം കിട്ടിയത് എന്ന് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം അതിനും എനിക്ക് മറുപടി തന്നു. യെസ്, ദർ ആർ നോ മെൻഷനിങ് ഓഫ് ലിങ്കേജ്. ഇത് തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ആ സോഴ്സിൽ ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ തുറമുഖത്ത് നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ആ റിപ്പോർട്ടിലൊന്നുമില്ല. അവരവിടെ തുടങ്ങാൻ പോകുന്ന റിപ്പോർട്ടിനെ കുറിച്ചാണ് ആ സ്റ്റോറി വന്നത്. നമ്മുടെ അത്യാഗ്രഹമാണ് വൺ ഡോങ്വോൺ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ TRVയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, യെസ്, അങ്ങനെ സോഴ്സ് ശരിയാണ്. ദർ ആർ നോ മെൻഷനിങ് ഓഫ് ലിങ്കേജ് ഓഫ് ഡോങ്വോൺ ആൻഡ് വിസ്കിഞ്ഞം. നമ്മുടെ തുറമുഖത്തിന്റെ പേര് ഒരുപാട് പേർക്ക് പ്രശ്നമാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് വിസ്കിഞ്ഞമായിട്ട് ഇതിനകത്ത് ഒരു ബന്ധവുമില്ലെന്ന്. അത് സത്യമാണ്, വിസ്കിഞ്ഞമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ ബന്ധം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, ദാറ്റ്സ് അവർ വിഷ്ഫുൾ തിങ്കിങ്. നമ്മുടെ ഒരു വലിയ സ്വപ്നമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. നിങ്ങൾ TRVയെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വിഷ്ഫുൾ തിങ്കിങ് ആണത്. ഞാനത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചു. ദി ആർട്ടിക്കിൾ സേസ് ഗവൺമെന്റ് ഓഫ് കേരള ഷുഡ് ഇൻവൈറ്റ് വൺ ഡോങ്വോൺ ഗ്രൂപ്പ് ടു TRV പോർട്ട്. അതാണ് ആർട്ടിക്കിളിന്റെ ഉദ്ദേശമെന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അവർക്ക് അവര് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഗവൺമെന്റ് നിങ്ങളെ അപ്രോച്ച് ചെയ്യണം, വണ്ണിനെയും ഡോങ്വോൺ ഗ്രൂപ്പിനെ അപ്രോച്ച് ചെയ്യണം, TRV പോർട്ടിലോട്ട് അവരെ ക്ഷണിക്കണം. ദി ആർട്ടിക്കിൾ സേസ് ഗവൺമെന്റ് ഓഫ് കേരള ഷുഡ് ഇൻവൈറ്റ് വൺ ഡോങ്വോൺ ഗ്രൂപ്പ് ടു TRV പോർട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി പിന്നെയും വന്നു, യെസ്, ബട്ട് അഗെയിൻ ഡോങ്വോൺ ഈസ് നത്തിങ് ടു ഡു വിത്ത് TRV പോർട്ട്, നോ ലിങ്കേജ്. അപ്പൊ വണ്ണിന് നേരത്തെ വന്ന കാര്യമൊക്കെ അദ്ദേഹം ഇപ്പൊ സമ്മതിച്ചു. പക്ഷെ ഡോങ്വോണിന് ഒരു ബന്ധവുമില്ലല്ലോ, കൊറിയയിലെ ഡോങ്വോൺ കമ്പനിക്ക് ഒരു ബന്ധവുമില്ല, നോ ലിങ്കേജ്, ഒരു കണക്ഷനുമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നത്? ഞാനതിന് വീണ്ടും വളരെ വിനയത്തോടെ മറുപടി അയച്ചു. ത്രൂ വണ്ണിലൂടെ, എന്ന് പറയുന്ന കമ്പനിയിലൂടെ, ത്രൂ വൺ ഇറ്റ്സ് പോസിബിൾ, ഈ ലിങ്കേജ് പോസിബിൾ ആണ്, ടു മേക്ക് എ ലിങ്ക്, റൈറ്റ്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ന് പറയുന്ന കമ്പനിയും നമ്മളും തമ്മിൽ ഇപ്പൊ കുറച്ച് അടുപ്പമായി, നമ്മൾ കാര്യങ്ങൾ പറയുന്നു, അതുവഴി നിങ്ങളുടെ കൺസോർഷ്യം പാർട്ട്ണറുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാക്കാൻ കഴിയുമല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തെ വളരെ സൗമ്യതയോടെ ഓർമ്മപ്പെടുത്താൻ ശ്രമിച്ചു. ഇവിടെ സെയിലിംഗ് കമന്ററി എന്ന് പറയുന്നത് എന്താണെന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയാം. ഏലിയാസ് ജോൺ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നെ പോലൊരാൾ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും സംസാരിച്ച് ഈ ലെവലിൽ മറുപടികൾ ലഭ്യമാകുമെങ്കിൽ ഒരു ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, ഈ ഗവൺമെന്റുകൾ വിചാരിച്ചാൽ ഏത് ലെവലിലോട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വിഷയമാണ്. ഇതിനിടയ്ക്ക് സെയിലിംഗ് കമന്ററിയുടെ ഒരു നല്ല സുഹൃത്തുണ്ട്, റിച്ചർഡ്സ്, വെടിഞ്ഞത്ത റിച്ചർഡ്സ് എന്ന് പറയുന്ന കരുത്തനായ പോരാളിയുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അമ്മക്കപ്പലുകൾ, മത്സ്യമേഖലയിലെ അമ്മക്കപ്പലുകൾ ഇവിടെ കൊണ്ടുവന്ന് അതിനകത്ത് തൊഴിലാളികളെ ഷെയർ അടിസ്ഥാനത്തിൽ, അവർക്ക് ശമ്പളമല്ല, പിടിക്കുന്ന ക്യാച്ചിന്റെ ഷെയർ നൽകാമെങ്കിൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അവരത്തരം പ്രൊജക്ടിനെ വെൽക്കം ചെയ്യും. നമ്മുടെ ലെവലിൽ ഈ കാര്യങ്ങൾ ഇത്രയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അടുത്ത 5 വർഷം അധികാരത്തിൽ വരാൻ പോകുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ ആ മേഖലയിലുള്ള MLA
അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും അടുത്ത 5 വർഷവും നമ്മുടെ ജോലി ഇത് തന്നെയായിരിക്കുമെന്നുള്ളത് ഏകദേശം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. 2028 അദാനി ഗ്രൂപ്പിന്റെ 5.7 മില്യൺ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ 10 കോടി എന്ന് പറയുന്ന കണ്ടെയ്നർ ടെർമിനൽ, പല ടെർമിനലുകളും പ്ലസ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള വലിയ തോതിലുള്ള മദർ വെസൽസ്, ഫിഷിംഗ് മദർ വെസൽസിന്റെ പ്രവർത്തനവും അവരെ കൂടി ഷെയർ ഹോൾഡേഴ്സ് ആക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രവർത്തനം. ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഈ അടുത്ത ഘട്ടം 5.7 മില്യണ് അപ്പുറമുള്ള 10 കോടി കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്നതിനകത്ത് തീർച്ചയായിട്ടും നാട്ടുകാരുടെ ഷെയർ കൂടി വാങ്ങി വേണം അത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ. അത്തരം വലിയ പദ്ധതികൾക്ക് വേണ്ടി ജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളെയും അല്ലാതുള്ള ചിപ്പിവാനൽ തൊഴിലാളികളെയും ഒക്കെ റിസോർട്ട് ഉടമകളെയും ഒക്കെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത 5 വർഷത്തെ നമ്മുടെ അജണ്ട. സർക്കാരിന്റെ അജണ്ട നമുക്ക് മനസ്സിലായല്ലോ. LDF ആയാലും UDF ആയാലും എന്താണ് അജണ്ട? BJPക്ക് എന്തായാലും ഇത്തവണ അധികാരത്തിൽ വരാൻ പറ്റില്ല. അവര് പക്ഷേ 1 പേജോളമാണ് അവര് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ മാനിഫെസ്റ്റോയിലുള്ളത്. നിയമം മുതൽ പ്രോജക്റ്റ് വരെയുള്ള മുകളിലൂടെ വരുന്ന 2 വരി ആകാശ ആരും ചിന്തിക്കാത്ത കാര്യം അവർ പറയുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി, മറൈൻ യൂണിവേഴ്സിറ്റി അവർ പറയുന്നുണ്ട്. ഒരു വലിയ വ്യാവസായിക നഗരം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പക്ഷെ അവർ പറയുന്നതിനകത്ത് സത്യസന്ധമായി പറഞ്ഞാൽ അവർക്കിത് എഴുതി വെക്കാനല്ലാതെ നടപ്പാക്കാൻ പറ്റില്ല. കാരണം സമീപ ഭാവിയിൽ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ ഈ പറയുന്ന നല്ല ചിന്തകളെ ആ ചിന്തകളായി മാത്രം നമുക്ക് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഈ പ്രൊജക്ടിനകത്ത് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഏതായാലും നമ്മൾ നിരന്തരം ഇനിയും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററിക്ക് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താനുള്ളത്.